വയനാട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ അനാസ്ഥയിൽ ഹാഷ്മിന് നഷ്ടമായത് കാലും സർക്കാർ ജോലി. നീതിക്കായി ഒറ്റക്കാലിൽ കഴിഞ്ഞ 2.5 വർഷമായി ഓഫീസുകൾ കയറിയിറങ്ങി ജീവിതം വഴിമുട്ടിയ തനിക്ക് സുരക്ഷിതമായ ജോലി നൽകി സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് ഹാഷ്മിന്റെ ആവശ്യം. 2023 ഫെബ്രുവരിയിൽ വയനാട് മെഡിക്കൽ കോളേജിൽ വെരിക്കോസ് വെയിനിന്റെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായപ്പോൾ ആണ് ഡോക്ടർമാർ കാലിൽ നിന്ന് തലച്ചോറിലേക്കുള്ള ഞരമ്പ് മുറിച്ചു മാറ്റിയത്. തുടർന്ന് പല ആശുപത്രിയിലും ചികിത്സ തേടിയെങ്കിലും കൃത്രിമക്കാലിന്റെ സഹായത്തോടെയാണ് ഹാഷിം ഇന്നും നടക്കുന്നത്. പിഴവ് സംഭവിച്ചപ്പോൾ ഡോക്ടർമാർ നൽകിയ സഹായ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് കേസിന് മുതിർന്നില്ല. എന്നാൽ എല്ലാം ഒതുങ്ങിയതോടെ ഡോക്ടർമാരും കൈയൊഴിഞ്ഞു. പിന്നീട് മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഹാഷിമിന്റെ ചികിത്സയിൽ പിഴവ് പറ്റിയെന്ന് കണ്ടെത്തി. പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കമ്മീഷൻ മുമ്പാകെ വിശദമായ റിപ്പോർട്ട് 3 ആഴ്ചക്കുള്ളിൽ സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. മെയ് മാസത്തിൽ പുറത്തുവിട്ട ഉത്തരവിന് ഇതുവരെ തുടർ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ഹാഷിമിന്റെ ആരോപണം. മുഖ്യമന്ത്രിയുടെ പരാതി സ്വീകരിക്കുന്ന വയനാട് ജില്ലയിൽ നമുക്ക് നേരിട്ടുള്ള പരാതിയിലുമൊക്കെ ഞാൻ പരാതിപ്പെട്ടിരുന്നു, ആരോഗ്യമന്ത്രിക്ക് പരാതിപ്പെട്ടിരുന്നു. അതിനൊന്നും ഒരു നീതി കിട്ടിയില്ല. അവസാനം ഇപ്പോൾ ഭിന്നശേഷി കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ അന്വേഷണം നടത്തി ഒരു നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം വളരെ ദുസ്സഹമായ അവസ്ഥയാണ് എൻ്റെ കുടുംബം അനുഭവിക്കാൻ പോകുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ പോലും ഉത്തരവ് പാലിക്കാത്ത ആരോഗ്യ വകുപ്പിലെ അധികാരികളിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നില്ലെന്നും സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നുമാണ് ഹാഷിമിന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, വയനാട്.